കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. കോൺഗ്രസിനായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ വിലക്കെടുത്ത ഏജൻസികൾ. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മോശമായി ചിത്രീകരിക്കുക, കോൺഗ്രസ് രാഷ്ട്രീയം കണ്ടന്റിലൂടെ ഒളിച്ചു കടത്തുക എന്നിവയ്ക്കാണ് ഏജൻസികൾ ഇൻഫ്ലുവൻസർമാരെ സമീപിക്കുന്നത്. പണം വാങ്ങി കോൺഗ്രസിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്ന തെളിവുകൾ പുറത്ത്. ഫുഡ്, ട്രാവലിംഗ്, ഗെയിമിംഗ് വ്ളോഗർമാരെയാണ് ഏജൻസികൾ പ്രധാനമായും സമീപിക്കുന്നത്. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവരിൽ കോൺഗ്രസ് അനുകൂലമായ അഭിപ്രായം രൂപപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇൻഫ്ലുവൻസർമാർക്ക് ഏജൻസികൾ അയച്ച സന്ദേശം പുറത്തു വന്നു. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഏജൻസികൾ ഇൻഫ്ലുവൻസർമാരെ സമീപിക്കുന്നതെന്ന് ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്ററായ ഫ്രെഡി വി ഫ്രാൻസിസ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. അവർക്ക് ഇൻഫ്ലുവൻസ് ആവാൻ പറ്റിയ ഇൻഫ്ലുവൻസേഴ്സ്, ആ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പൈസ കൊടുത്ത്, അതാട്ടെ ഏറ്റവും വലുത്. പൈസ കൊടുത്ത് പൊളിറ്റിക്സ് പറയുന്നതും ഇപ്പോൾ അവർ സ്വമേധിയ പൊളിറ്റിക്സ് പറയുന്നത് രണ്ടാണ്. ഇപ്പോൾ അവർ ആരും പെട്ടെന്ന് അങ്ങോട്ട് കയറി സമ്മതിക്കില്ല. പക്ഷേ ഇതേപോലെയുള്ള മെസ്സേജ് ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുമ്പോൾ യു ഡി എഫ് നേതൃത്വം എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? അവരുടെ നെറേറ്റീവ്സ് അവർ വഴി ഓടിക്കണമെന്നാണോ? ഏജൻസികൾ താൽക്കാലികമായി ഉണ്ടാക്കിയ ഇൻസ്റ്റാഗ്രാം ഐഡി ഉപയോഗിച്ചാണ് ഇൻഫ്ലുവൻസർമാരെ സമീപിക്കുന്നത്. ഈ ഐഡികൾ പലതും കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും പിന്തുടരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ശരത് ഓങ്ങല്ലൂർ, കൈരളി ന്യൂസ്, തൃശൂർ.